Rank of a matrix. Rank of a matrix is defined as the number of non-zero rows in the row echelon form. That is, ഒരു മെട്രിക്സിനെ അതിൻ്റെ റോ എക്ലൻ ഫോമിൽ എക്സ്പ്രസ് ചെയ്താൽ അതിൻ്റെ നമ്പർ ഓഫ് നോൺ സീറോ റോസിനെയാണ് റാങ്ക് എന്ന് പറയുന്നത്. We already studied row echelon form and reduced row echelon form. Suppose we have to find the rank of a matrix. First of all, convert the given matrix into row echelon form. Then count the number of non-zero rows in that row echelon form. That is the rank of the matrix. For example, consider the following examples. Consider the given matrix A, which is a row, not row reduced, it is a row echelon, it is in the row echelon form. A എന്നുള്ള മെട്രിക്സ് എന്താണ്? റോ എക്ലൻ ഫോമിലാണ്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം റോ എക്ലൻ ഫോമിന്റെ എക്സാമ്പിൾസ് ആയിട്ട് പറഞ്ഞ 2-3 മെട്രിക്സ് ആണ്. അതിന്റെ റാങ്ക് ഐഡന്റിഫൈ ചെയ്യും. എയിൽ എത്ര നോൺ സീറോ റോസ് ഉണ്ട്? നോൺ സീറോ മീൻസ് other than 0. Here first row is R1, 1, 2, 3, which is non-zero. Therefore, rank ഒരു row വന്നു. Next row R2, which is again a non-zero row. But the third row is 0, 0, 0. That is a row with all 0 terms. Therefore, rank of A, matrix A is rank of A, denoted like this. R of A is 2. Just count ചെയ്യുക. എക്ലൻ ഫോമിൽ ഡിനോട്ട് ചെയ്യുക മെട്രിക്സിനെ. അതിനുശേഷം എന്ത് ചെയ്യുക? കംപ്ലീറ്റ് 0 അല്ലാത്ത റോസ് എത്രയുണ്ടെന്ന് കൗണ്ട് ചെയ്യുക. ദാറ്റ് ഈസ് 2. ഈ കേസിൽ 2 ആണ്. സെക്കൻഡ് മെട്രിക്സ് നോക്കൂ, ബി. ബിയുടെ കേസിൽ എത്ര വരും? 1, 0, 0, 0, 1, 0, 0, 0, 1. There are 3 non-zero rows in the matrix B. Therefore, rank of B, R of B, small letter r of B എന്ന് എഴുതുക. അല്ലെങ്കിൽ or rank of B എന്ന് എഴുതും. That is equal to 3. ഇനി തേർഡ് മെട്രിക്സ് കൺസിഡർ ചെയ്യുക, which is again in the echelon form. Rank of C is there is no complete 0 row. അതായത് ഒരു റോയും ഇല്ല കംപ്ലീറ്റ് 0 വരുന്നത്. ഫസ്റ്റ് റോയിൽ നോൺ സീറോ ടേം ഉണ്ട്, സെക്കൻഡ് റോയിലുണ്ട് നോൺ സീറോ ടേം, തേർഡ് റോയിലും നോൺ സീറോ ടേംസ് ഉണ്ട്. Therefore, rank of A is 3. Rank of A 3 വരുന്നത് ഫസ്റ്റ് വൺ നോൺ സീറോ റോ, സെക്കൻഡ് നോൺ സീറോ റോ, തേർഡ് നോൺ സീറോ റോ. Therefore, rank of A, rank not A, it is C. Rank of C is 3. And last one, rank of D, which is again 3, because there are 3 non-zero rows. First one, second one, third one. Rank of D is 3. First matrix is a 3 by 3 matrix. Rank of that matrix is 2. Second is 3 by 3. Rank of B is 3. And third is 3 by 4. And its rank is 3. And last one, its rank is 3 by 4. Its order is 3 by 4 and its rank is 3. Clearly, rank of any matrix A is always less than number of rows. ഒരു മെട്രിക്സിന്റെ റാങ്ക് എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ നമ്പർ ഓഫ് റോസിനെക്കാളും ചെറുതായിരിക്കും. എല്ലാ കേസിലും അങ്ങനെയായിരിക്കും. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. റാങ്ക് ഓഫ് എ മെട്രിക്സ് എ ഈസ് ഡിഫൈൻഡ് ആസ് നമ്പർ ഓഫ് non-zero rows in row echelon form. So, to find rank of a matrix, first we have to convert the given matrix into row echelon form. Then count the number of non-zero rows in that matrix. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസും പറഞ്ഞു. ഒരു മെട്രിക്സ് എക്ലൻ ഫോമിൽ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് റാങ്ക് എഴുതുക, ജസ്റ്റ് കൗണ്ട് ചെയ്താൽ. ഇനി കുറച്ച് എക്സാമ്പിൾസ് ചെയ്യാം.
ഒരു മെട്രിക്സ് തന്ന് അതിൽ നിന്ന് എങ്ങനെ റാങ്ക്, ഒരു മെട്രിക്സിന്റെ റാങ്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദ റാങ്ക് ഓഫ് ദ മെട്രിക്സ് എ equal to first row 1 2 3 2 3 4 3 4 5. To find the rank, what we have to do? First convert the matrix A into row echelon form. Here A equal to 1 2 3 2 3 1 3 4 5. Our next step is to convert the matrix A into row echelon form by applying elementary row operations, which is used in Gauss elimination method. Same അതുപോലെ elementary row operation യൂസ് ചെയ്ത് തന്ന മെട്രിക്സിനെ എന്ത് ചെയ്യുക? എക്ലൻ ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇവിടെ ഫസ്റ്റ് റോ 1 2 3, ഫസ്റ്റ് ടേം 1 ആയതുകൊണ്ട് നമുക്ക് സെക്കൻഡ് തേർഡ് റോസ് വെച്ച് ഓപ്പറേഷൻസ് ചെയ്യാൻ ഈസി ആയിരിക്കും. വിച്ച് ഈസ് ഇക്വാലന്റ് ടു, ഇതിന്റെ ഇക്വാലന്റ് മെട്രിക്സ് എങ്ങനെ എഴുതാം? ഫസ്റ്റ് റോ 1 2 3 തന്നെ, സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെന്റ് 2 3, ഇതിനെയാണ് സീറോയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് വേണം? ജസ്റ്റ് റീപ്ലേസ് R2 as R2 minus R2 as R2 minus 2R1 and R3 as R3 minus 3R1. ഇപ്പോൾ കിട്ടുന്ന വാല്യൂസ് എന്താ വരിക? R2 minus R2 2 3 4, R2 എലമെന്റ്സ് ഏതൊക്കെയാ? 2 3 4, R1 ഉള്ളത് 1 2 3. അപ്പോൾ മൈനസ് ചെയ്ത് എന്ത് വരും? R2 minus 2R1 ചെയ്താൽ 2 minus 2 0, ഫസ്റ്റ് എലമെന്റ് 0. നെക്സ്റ്റ് 3 minus 4 minus 1. നെക്സ്റ്റ് 4 minus 6 minus 2. Similarly, next one R3 minus 3R1 ചെയ്യണം. Here R3 is 3 4 5 and R1 is again 1 2 3. R3 minus 3R1, replace R3 as R3 minus 3R1. അപ്പോൾ എന്ത് വരും? 3 minus 3 into 1, that is 3. Next 4 minus 2 into 3, 4 minus 6 minus 2. Next 5 minus 3 into 3, 5 minus 9, അപ്പോൾ minus 4. Sorry, first element 3 minus, first element എന്ത് വരും? R3, 3 minus 3 into 1, that is 0. അപ്പോൾ എന്ത് വന്നു? തേർഡ് റോ എങ്ങനെ മാറ്റി എഴുതി? 0 minus 2 minus 4. Again apply elementary row operation. Next replace R3 as R3 minus 2R1. R3 minus 2R1 ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും? 1 2 3 0 minus 1 minus 2. R3 minus 2R1 ചെയ്താൽ എന്ത് വരും? 0 minus 0 0. Next minus 2 minus 2 into minus 1, that is minus 2 plus 2 0. Next minus 4 plus 4 വരും. Again that is equal to 0. Therefore ഇവിടെ തന്ന മെട്രിക്സ് എ നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു ഫോം എന്ന് പറയുന്നത് എക്ലൻ ഫോം അല്ലേ? നോക്കൂ, ഫസ്റ്റ് ലീഡിങ് വൺസ് എക്സിറ്റ് ചെയ്യുന്നു. അപ്പർ റോയുടെ ലീഡിങ് വൺ നിന്റെ റൈറ്റ് സൈഡിലാണ്, ലോവർ റോയുടെ ലീഡിങ് വൺ. കംപ്ലീറ്റ് സീറോ ടേം ബോട്ടം ഓഫ് ദ മെട്രിക്സ് ആണ്. Therefore the given the last matrix is in echelon form. നമ്മളിപ്പോൾ എഴുതി വെച്ച മെട്രിക്സ് എന്താണ്? എക്ലൻ ഫോം ആണ്. അപ്പോൾ there are 2 non-zero rows in the given matrix. Therefore rank of the given matrix is, rank of A is 2. 2 എങ്ങനെ കിട്ടിയെന്ന് ക്ലിയർ അല്ലേ? ഫസ്റ്റ് നോൺ സീറോ റോ 1 2 3, സെക്കൻഡ് നോൺ സീറോ റോ ഇത്, തേർഡ് നോൺ സീറോ റോ ഇല്ല, ലാസ്റ്റ് റോ കംപ്ലീറ്റ് സീറോ ആണ്. Therefore number of non-zero row in echelon form is 2. Therefore rank of A is 2. Okay. ഇനി അടുത്തൊരു മെട്രിക്സ് ഇതാണ്. സെയിം ക്വസ്റ്റ്യൻ തന്നെ. എന്ത്? ഫൈൻഡ് റാങ്ക് ഓഫ് ദ ഗിവൺ മെട്രിക്സ്. എന്ത് ചെയ്യുക? ലെറ്റ് ദ ഗിവൺ മെട്രിക്സ് ബി സം എ. അപ്ലൈ
elementary row operations on A. Elementary row operations apply the first element. E matrix in the first element 1 ആയതുകൊണ്ട് elementary row operations കുറച്ച് easy ആയിരിക്കും. Just R2 നെ replace ചെയ്യുക. R2 as R2 minus 2R1. R3 യുടെ ഫസ്റ്റ് എലമെന്റ് 1 ആണ്. അപ്പോൾ 1 എന്ത് ചെയ്യാം, R3 minus R1 ചെയ്താൽ ഫസ്റ്റ് എലമെന്റ് 0 ആവും. നെക്സ്റ്റ് R4 ന്റെ ഫസ്റ്റ് എലമെന്റ് 8 ആണ്. അപ്പോൾ R4 minus 8 R1 ചെയ്താൽ അതും 0. അപ്പോൾ 1, 2, 3, 4 ഫസ്റ്റ് റോക്ക് ചേഞ്ച് ഇല്ല. സെക്കൻഡ് റോ എന്ത് വരും? സെക്കൻഡ് റോ 2, 1, 4, 5 is replaced as, second row is replaced as R2 minus 2R1. അപ്പോൾ 2R1 എന്ന് പറഞ്ഞ എലമെന്റ്സ് എങ്ങനെയാവും? 2, 4, 6, 8. അപ്പോൾ 2 minus 2 0 വരും. 1 minus 4 minus 3. 4 minus 6 minus 2. 5 minus 8 minus 3. അങ്ങനെയും വന്നു. ഇനി R3 എന്ത് ചെയ്യും? R3 minus R1. 1 minus 1 0. 5 minus 2 3. 5 minus 3 2. 7 minus 4 3. നെക്സ്റ്റ് R4 നെ റീപ്ലേസ് ചെയ്യുക. R4 minus 8 R1. ഫസ്റ്റ് റോയെ 8 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? ഫസ്റ്റ് എലമെന്റ് 8, സെക്കൻഡ് എലമെന്റ് 16, തേർഡ് എലമെന്റ് 24, ഫോർത്ത് എലമെന്റ് 32. നെക്സ്റ്റ് മൈനസ് ചെയ്യുമ്പോൾ 8 minus 8 0. 1 minus 16 minus 15. 14 minus 24 minus 10. 17 minus 32. അപ്പോൾ 15 minus 15 വരും. And again applying the row operation, R3 is replaced by R3 plus R2 and R4 എന്ത് ചെയ്യുക? R4 നെ സെക്കൻഡ് റോ വെച്ച് എന്ത് ചെയ്യുക? മൈനസ് 5 R2 ചെയ്താൽ ഫസ്റ്റ് എലമെന്റ് R4ന്റെ സെക്കൻഡ്, അതായത് R4ലെ ഫസ്റ്റ് നോൺ സീറോ ടേം എന്താവും? അത് 0 ആക്കാൻ പറ്റും. 1, 2, 3, 4 0 minus 3 minus 2 minus 3 0. R3 R3 plus R2 ആണ്. അപ്പോൾ 3 plus minus 3 0. 2 plus minus 2 അതും 0. നെക്സ്റ്റ് മൈനസ് 3 plus minus 3 അതും 0. ഇനി ലാസ്റ്റ് എലമെന്റ് നോക്കൂ. R4 ന് R4 minus 5 R2. 5 R2 ചെയ്താൽ മൈനസ് 0 minus 15 minus 10 minus 15 വരും. അപ്പോൾ R4 minus 5 R1 ചെയ്താൽ minus 15 plus 15 0 വന്നു. ഫസ്റ്റ് എലമെന്റ് ഓൾറെഡി 0 ആണ്. സെക്കൻഡ് എലമെന്റ് minus 15 plus 15 0. അടുത്ത എലമെന്റ് minus 10 minus 10, that is minus 10 plus 10 0. നെക്സ്റ്റ് minus 15 minus 15, that is minus 15 plus 15 again 0. It is the row echelon form of the given matrix. The row echelon form അല്ലേ ഫസ്റ്റ് മെട്രിക്സിന്റെ ലീഡിംഗ് 1. ഫസ്റ്റ് മെട്രിക്സിന്റെ ലീഡിംഗ് 1 ഐഡന്റിഫൈ ചെയ്യുക. ഫസ്റ്റ് മെട്രിക്സിനല്ല, ഫസ്റ്റ് റോയുടെ ലീഡിംഗ് 1 ഐഡന്റിഫൈ ചെയ്യുക. ദാറ്റ് ഈസ് 1. സെക്കൻഡ് റോയുടെ ലീഡിംഗ് 1 -3. -3 is to the right of 1 and all the 0 terms are at the bottom of the matrix. Therefore, the obtained matrix is in echelon form. Therefore, rank of the given matrix A is rank of A equal to 2. കാരണം എന്താ, നമ്മൾ നോൺ സീറോ റോസ് കൗണ്ട് ചെയ്ത് എത്ര വരും? 2 മാത്രമേ വരൂ. ദിസ് ഈസ് 1, ദിസ് ഈസ് 2. അടുത്തത് എന്താ? 0 ടേംസ് അല്ലേ വരുന്നത്. ഇത് R3 R4 0 ആണ്. അപ്പോൾ അത് റാങ്കിൽ ഇൻക്ലൂഡിങ് ചെയ്തിട്ടു. ദാറ്റ്സ് ഓൾ. അപ്പോൾ റാങ്ക് ഓഫ് എ മെട്രിക്സിന്റെ ഡെഫിനിഷൻ, റാങ്ക് കാണാൻ ഫസ്റ്റ് എക്ലൻ ഫോമിലേക്ക് റിഡ്യൂസ് ചെയ്യുക, അതിനുശേഷം നമ്പർ കൗണ്ട് ചെയ്യുക. Okay, thank you.